പുറത്ത് ദേ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പം മഴയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഒരു കൊതി തോന്നില്ലേ? അങ്ങനെ ഞാൻ ദേ കുറച്ച് ഉണക്കമീൻ പെട്ടെന്ന് കഴുകിയെടുത്തിട്ട് കുറച്ച് മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ഉപ്പുപൊടി കുറച്ച് ചേർത്താൽ മതി കേട്ടോ, കാരണം ഉണക്കമീനിൽ ഉപ്പുണ്ടല്ലോ. എല്ലാം കൂടെ ചേർത്തൊന്ന് പുരട്ടിയിട്ട് അപ്പം തന്നെ എണ്ണയിലതായിട്ടൊന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. പുറത്ത് നല്ല മഴയൊക്കെ പെയ്താലും നമുക്ക് അകത്തിരുന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാനും കുടിക്കാനൊക്കെ ഓരോ കൊതിയായിരിക്കുമല്ലേ. എനിക്കിങ്ങനെ ഓരോ ദിവസം ഓരോ കൊതികളാണ് കേട്ടോ. ചിലപ്പോൾ നല്ല ചൂട് ചായയും മിക്സ്ചറൊക്കെ കഴിക്കാനായിരിക്കും തോന്നുക. ചിലപ്പോൾ നല്ല കപ്പയും മുളക് ഉടച്ചതും ഉണക്കമീനൊക്കെ കഴിക്കാനൊരു കൊതിയായിരിക്കും. അപ്പോൾ ഇതേ കുറച്ച് മുളക് ഉടയ്ക്കാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് സവാളയും പച്ചമുളകും പുളിയും ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഇതേ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് മിക്സിയിലൊന്ന് പൾസ് ചെയ്തെടുക്കുക. ഉപ്പ് ഒരല്പം കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു പരുവത്തിന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ കറക്റ്റ് പരുവം. അപ്പം നമ്മുടെ ഉണക്കമീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നെയ്മീൻ ചൂരയുടെ കഷ്ണങ്ങളാണ് കേട്ടോ. അപ്പം നല്ല ചൂട് കപ്പയും നല്ല അടിപൊളി എരിവും പുളിയും ഒക്കെ ഉള്ള മുളക് ഉടച്ചതും ഉണക്കമീനും എല്ലാം കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. പിന്നെ എനിക്ക് എന്ത് കഴിച്ചാലും അച്ചാർ നിർബന്ധമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് നാരങ്ങ അച്ചാറും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം റെഡിയായ ടൈമിന് ഉമ്മുമ്മായും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു ചെറിയൊരു കുറവുണ്ടല്ലോ, ഒരു കട്ടൻ ചായയുടെ ഒരു കുറവ്. അങ്ങനെ കട്ടൻ ചായ ഇട്ടിട്ട് ഞങ്ങൾ 3 പേരും കൂടെ കഴിച്ചു.